ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും പിന്നിൽ ഒരു നിശബ്ദമായ ഒരു ശബ്ദം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്? ഒരുപക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം ഒരു കൃത്യമായ പാറ്റേൺ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര കൃത്യതയുള്ള ഒരു പാറ്റേൺ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ഒരു മിന്നൽ വെളിച്ചം പോലെ കടന്നു വരുന്ന ചില അനുഭവങ്ങൾ ഓർത്തു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ വിളിക്കും. അതായത് അപ്പോഴേക്കും അവരുടെ ഒരു ഫോൺ കോൾ വരുന്നു. അല്ലെങ്കിൽ ക്ലോക്കിൽ നോക്കുമ്പോൾ ഒരേ നമ്പറുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുന്നു. ഒരു ബുക്ക് താഴെ വീഴുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു സെൻറ്റൻസ് അതിലുണ്ടാകും. ഈ മൊമെൻറ്റ്സ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ വരും അല്ലേ? ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ലെന്ന് ഉള്ളൊരു തോന്നൽ. പണ്ടെങ്ങോ നമ്മൾ അറിഞ്ഞിരുന്ന എന്തോ ഒന്ന് ഓർമ്മ വരുന്ന പോലെ അല്ലേ? ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുണ്ട്. ഇതൊന്നും യാദൃശികമല്ലെന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും. ഒരു മായാജാലം പോലെ. പക്ഷെ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നോ? ഇതൊക്കെ വെറും യാദൃശികമാണെന്നാണ്. ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം യാതൊരു അർത്ഥവുമില്ലാതെ വെറുതെ ആകസ്മികമായി സംഭവിക്കുന്നതാണെന്ന്. പക്ഷേ കൂട്ടുകാരെ, ഈ ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണെങ്കിലോ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശികമല്ലെന്നും മറിച്ച് നിങ്ങൾ ആരായി മാറുന്നു എന്നതിനനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നതെന്നും വന്നാലോ? ഈ കോയിൻസിഡൻസ് എന്ന മിത്തിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ കണ്ണികൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം വാക്കുകൾക്ക് അതീതമായ ഒരു ഭാഷയിൽ നമ്മളോട് നിരന്തരം സമ്പാദിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വെറും വാക്കുകളല്ല, മറിച്ച് പ്രതീക്ഷകളുടെയും കൃത്യമായ സമയങ്ങളുടെയും പാറ്റേണുകളുടെയും ഒരു ഭാഷയാണ്. അതായത് ജീവിതം നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. വാക്കുകൾക്ക് അതീതമായ ഒരു ഭാഷയിൽ. അത് സിംബൽസ്, പാറ്റേൺസ്, ടൈമിംഗ്, അലൈൻമെന്റ്സ് എന്നിവയുടെ ഭാഷയാണ്. സിങ്ക്രോണിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യാദൃച്ഛികതയല്ല. ഇത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ബുദ്ധിപരവും നമ്മളോട് പ്രതികരിക്കുന്ന ഒന്നാണെന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംശയത്തിലായിരിക്കുമ്പോൾ ഒരു സൂചന പോലെ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ അവിചാരിതമായി കേട്ട ഒരു വാചകം, അല്ലെങ്കിൽ കൃത്യസമയത്ത് കേട്ട ഒരു പാട്ട്, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു അവസരം. ഈ സംഭവങ്ങൾക്കെല്ലാം ഒരർത്ഥമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിനേക്കാൾ മുൻപേ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് സിങ്ക്രോണിസിറ്റിയുടെ പ്രതിധ്വനി. കൂട്ടുകാരെ, ഈ പ്രപഞ്ചത്തിൻ്റെ ബുദ്ധിശക്തിയിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല എന്നതിൻ്റെ ഒരു ഉറപ്പാണത്. എന്നാൽ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഈ പ്രപഞ്ചം നമുക്ക് സൈൻ തരുന്നത് എന്തെങ്കിലും തെളിയിക്കാനോ അല്ലെങ്കിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനോ ഒന്നുമല്ല. മാജിക് ഉണ്ടെന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാനോ അല്ല സിങ്ക്രോണിസിറ്റി വരുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഈ മാജിക്കിൻ്റെ ഭാഗം തന്നെയാണ് എന്ന്. കാരണം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഈ പറയുന്ന കോയിൻസിഡൻസുകൾ സംഭവിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള പിടി അയക്കുമ്പോഴാണെന്ന്. അതായത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും തോറും ഈ യാദൃശ്ചികതകൾ സംഭവിക്കുന്നത് നമ്മൾ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോഴാണെന്ന് മനസ്സിലാകും. കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ, എല്ലാം എങ്ങനെ എപ്പോൾ സംഭവിക്കണമെന്ന് അറിയാനുള്ള നമ്മുടെ ആഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ, അതായത് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കുന്നത് നിർത്തുമ്പോൾ, എപ്പോൾ എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് അറിയാനുള്ള വാശി ഉപേക്ഷിക്കുമ്പോൾ, പ്രപഞ്ചത്തിന് നമ്മളെ നയിക്കാനുള്ള ഒരു ഇടം ലഭിക്കുന്നു. ഇതൊരു ചെറിയ തമാശ പോലെയാണ്. നമ്മൾ അടയാളങ്ങൾ എത്രത്തോളം തീവ്രമായി തേടുന്നുവോ അത്രത്തോളം അവ നിശബ്ദമാകും. അവയെ വരുത്താൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം അവ അദൃശ്യമാകും. കാരണം സിങ്ക്രോണിസിറ്റി നമ്മുടെ പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല, അത് നമ്മുടെ ഉള്ളിലെ സന്തുലനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് കാരണം സിങ്ക്രോണിസിറ്റി ഉണ്ടാകുന്നത് എഫേർട്ടിലൂടെ അല്ല, അത് വരുന്നത് അലൈൻമെൻറ്റിലൂടെയാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോഴും നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോഴും അത് പൂവണിയുന്നു. നിങ്ങളുടെ പദ്ധതികൾക്കപ്പുറം ഒരു വലിയ ശക്തിയുണ്ടെന്നും
ആ ശക്തി നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും അത് നിങ്ങളുടെ തന്നെ ആഴത്തിലുള്ള ഒരു രൂപമാണെന്നും നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ട് സ്റ്റക്കാകുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ എപ്പോഴും ഒരേപോലെയും ഭാരമുള്ളതുമായി തോന്നാറുണ്ടോ? എങ്കിൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷെ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് തിരയുന്ന തിരക്കിൽ നിങ്ങൾക്ക് ചുറ്റും ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. സിങ്ക്രോണസിറ്റി ഉറക്കെ സംസാരിക്കുന്നില്ല, അത് പതിയെ മന്ത്രിക്കുകയേ ഉള്ളൂ. അത് വലിയ ശബ്ദത്തോടെ വരുന്നില്ല, മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ കഴിയാത്തത്ര കൃത്യമായ സമയത്താണ് അതെത്തുന്നത്. നിങ്ങൾ അത്ഭുതങ്ങളെ തേടി അലയേണ്ടതില്ല, മറിച്ച് ഈ പ്രപഞ്ചം ജീവനുള്ളതാണെന്നും അത് നമ്മുടെ ഓരോ അവസ്ഥയ്ക്കും അനുസരിച്ച് പ്രതികരിക്കുന്നുവെന്നും നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അനുഭവിച്ച ഓരോ സിങ്ക്രോണിസിറ്റിയും വെറും ഭാഗ്യമല്ലായിരുന്നു, അത് നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ പ്രപഞ്ചവുമായി ചേർന്നതിൻ്റെ ഒരു പ്രതിധ്വനിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ സാധ്യതയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നും യാദൃച്ഛികമായിരുന്നില്ല. ആകസ്മികമെന്ന് തോന്നിയ നിമിഷങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷണങ്ങളായിരുന്നു. ഡിലേ, അതായത് താമസം നേരിട്ട കാര്യങ്ങൾ, അത് ശരിയായ ക്രമീകരണങ്ങളായിരുന്നു. യാദൃച്ഛികതകൾ ഉറപ്പുകളായിരുന്നു. ഈ വാക്കുകൾ നിങ്ങൾ ഇവിടെ കേൾക്കുന്നു എന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നിങ്ങൾ തയ്യാറാണെന്നതിൻ്റെ അടയാളം, അതായത് സൈൻ. അത് നിങ്ങളോട് നിരന്തരം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ലോകവുമായുള്ള സംഭാഷണമാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ അന്വേഷണം അയച്ചുവിട്ടാൽ നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും നിങ്ങളെ തേടി വരികയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തിരച്ചിൽ അല്പം സോഫ്റ്റ് ആക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെ തേടി എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്. ഈ സിങ്ക്രണസിറ്റി സാധ്യതകൾക്കപ്പുറമാണ്, യാദൃശ്യമാകാൻ കഴിയാത്തത്ര കൃത്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറം ഈ യാഥാർത്ഥ്യത്തിൻ്റെ അദൃശ്യമായ ഘടനയിലേക്ക് ഒന്ന് നോക്കണം. കാരണം നിങ്ങൾ തൊടുന്നതും രുചിക്കുന്നതും അളക്കുന്നതുമായ എല്ലാറ്റിനും പിന്നിൽ ഒരു ക്വാണ്ടം ഫീൽഡുണ്ട്. അത് ഊർജത്തിൻ്റെയും വിവരങ്ങളുടെയും ഒരു വലിയ ബുദ്ധിപരമായ ഒരു ശൃംഖലയാണ്. ഈ ഫീൽഡ് വെറുതെ ഇരിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ബോധത്തോട് പ്രതികരിക്കുന്ന ഒന്നാണ്, അതായത് നമ്മുടെ സ്വന്തം ബോധത്തോട്. ഇനി നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ യൂണിവേഴ്സിനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഈ പ്രപഞ്ചം അനന്തമായ സാധ്യതകളുടെ ഒരു ജീവനുള്ള സമുദ്രമായിട്ട് കരുതുക. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങൾ നിലനിർത്തുന്ന ഓരോ വികാരവും, നിങ്ങൾക്കുള്ള ഓരോ വിശ്വാസവും ഒരു ഫ്രീക്വൻസി പോലെ പ്രവർത്തിക്കുന്നു. അതായത് ഒരു തരം സിഗ്നൽ. ആ സിഗ്നൽ ആ സമുദ്രത്തിൽ അലയടിക്കുന്നു. ആ അലയൊലികൾ പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ അവ സംഭവങ്ങളായും അവസരങ്ങളായും നിങ്ങളുടെ വൈബ്രേഷനെ പ്രതിഫലിക്കുന്ന പാറ്റേണുകളായിട്ടും മാറുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, ട്രസ്റ്റ്, ഇൻസ്പിറേഷൻ തുടങ്ങി ഉയർന്ന അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ, അതായത് ഉയർന്ന വൈബ്രേഷനിൽ ആയിരിക്കുന്ന സമയത്ത് ലോകം നിങ്ങൾക്ക് ചുറ്റും വളയുന്നത് പോലെ തോന്നുന്നത്. ശരിയായ വ്യക്തി വിളിക്കുന്നു, അപ്രതീക്ഷിതമായ സൊല്യൂഷൻ വരുന്നു, അടഞ്ഞെന്ന് കരുതിയ ഒരു വാതിൽ തുറക്കുന്നു. കാരണം നിങ്ങൾ താൽക്കാലികമായി സാധാരണ ബോധത്തിൽ നിന്ന് പുറത്തു വന്ന് ഐക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. മിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. പ്രപഞ്ചം നിങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ടല്ല ഈ സിങ്ക്രോണിസിറ്റി സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ബോധത്തിൻ്റെ അവസ്ഥയാണ് മാറുന്നത്. നിങ്ങളുടെ മനസ്സും ഹൃദയവും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സിഗ്നൽ വ്യക്തമാകും. പ്രപഞ്ചം എപ്പോഴും അതിനോട് പ്രതികരിച്ച് കൃത്യസമയത്തുള്ള സംഭവങ്ങളിലൂടെ ആ വ്യക്തത പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിലും ഉത്കണ്ഠയിലും മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ സിഗ്നൽ തകർന്നതും ചിതറിയതുമായിരിക്കും. അപ്പോൾ പ്രപഞ്ചത്തിന് കൂടുതൽ ബഹളം മാത്രമേ പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. എന്നാൽ നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കുകയും വിശ്വാസത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സാധ്യതകളുടെ ഒരു പുതിയ തരംഗത്തിലേക്ക് മാറുന്നു. അവിടെ സിങ്ക്രോണിസിറ്റീസ് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നു.
അതുകൊണ്ടാണ് നിങ്ങൾ വർഷങ്ങളോളം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കാതെ നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന നിമിഷം എല്ലാം ശരിയാകുന്നത്. കാരണം കീഴടങ്ങൽ ഒരു ബലഹീനതയല്ല, അത് സന്തുലനമാണ്. സന്തുലനം എന്നത് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഭാഷയാണ്. സിങ്ക്രോണിസിറ്റിയുടെ നിമിഷങ്ങളെ തിരിഞ്ഞു നോക്കി അവ യാദൃച്ഛികമായിരുന്നു എന്ന് സ്വയം പറയാൻ എളുപ്പമാണ്. എന്നാൽ അവയെ വിളിച്ചു വരുത്തുന്നതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് വളരെ ധീരമായ കാര്യമാണ്. പ്രപഞ്ചം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാറില്ല. അത് നിങ്ങളുടെ അനുവാദത്തിനായി കാത്തിരിക്കുന്നതുമില്ല. പക്ഷേ പ്രപഞ്ചം പ്രതികരിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കും. ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വഴികാട്ടലും സമാധാനവും ജീവിതത്തിന് ഒരർത്ഥവും ലഭിക്കും. നിങ്ങളുടെ ജീവിതം വെറും യാദൃച്ഛികമായ കാര്യങ്ങളല്ല, നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത്. ഭയത്തിന് പകരം ധൈര്യവും വിധിക്കുന്നതിന് പകരം ജിജ്ഞാസയും എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ വിശ്വാസവും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാവും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒന്ന് നിൽക്കുക, ശ്വാസമെടുക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാൻ ആരായി മാറുന്നു എന്നതിനെക്കുറിച്ച് ഈ നിമിഷം എന്നെ എന്താണ് പഠിപ്പിക്കാൻ വന്നത്? കാരണം സിങ്ക്രോണിസിറ്റി ഒരിക്കലും യാദൃശ്ചികമല്ല, അത് പ്രപഞ്ചത്തിൻ്റെ ഒരു മന്ത്രമാണ്. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒരിക്കലും തനിച്ചായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും നിങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തുവിടുന്ന ഒന്നിൻ്റെ കണ്ണാടിയാണ്. അതായത് നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പാറ്റേൺ. നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും വിഷമിക്കുന്നതും ഒരേ സിഗ്നലുകളാണ്. ഈ സിഗ്നലുകൾ പ്രപഞ്ചത്തിൽ അലയടിക്കുകയും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ യാദൃശ്ചികമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം, പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ ചിന്തകളുടെ ഫ്രീക്വൻസിയാണ് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതുതന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ അനന്തമായ കണ്ണാടികളുള്ള ഒരു മുറിയിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ പ്രതിബിംബം കാണാം. ചിലപ്പോൾ അത് മങ്ങിയതായിരിക്കും, ചിലപ്പോൾ വളരെ വ്യക്തമായിരിക്കും. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ കാണുന്നു, വെറുക്കുന്ന കാര്യങ്ങൾ നിലനിർത്തുന്നു, സ്നേഹിക്കുന്ന കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്തിനും ശക്തിയുണ്ട്. അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഒരേപോലെയുള്ള ബന്ധങ്ങൾ, വീണ്ടും വരുന്ന വെല്ലുവിളികൾ, സമാനമായ സാഹചര്യങ്ങൾ. പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ഇനിയും തിരിച്ചറിയാത്ത പാറ്റേണുകളെ ക്ഷമയോടെ കാണിച്ചു തരികയാണ്. ആവർത്തിക്കുന്ന ഓരോ അനുഭവവും ഒരു പ്രശ്നമല്ല, മറിച്ച് ബോധവാന്മാരാകാനുള്ളൊരു ക്ഷണമാണ്. സിങ്ക്രോണിസിറ്റിയുടെ വലിയ ശക്തി ഇതാണ്. നിങ്ങളുടെ വികാരങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം അതുടൻ ശ്രദ്ധിക്കും. നിങ്ങൾ വർഷങ്ങളോളം ഭയത്തിലും ആത്മവിശ്വാസമില്ലായ്മയിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും സന്തോഷമോ നന്ദിയോ വിശ്വാസമോ ഉള്ളവനാകുമ്പോൾ നിങ്ങളൊരു പുതിയ സിഗ്നൽ പുറത്തുവിടുന്നു. ഈ സിഗ്നൽ വ്യത്യസ്തമായി തോന്നുകയും നിങ്ങളുടെ ജീവിതത്തെ പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യും. നിങ്ങളെ തേടിയെത്തുന്ന സംഭാഷണങ്ങൾ, പുതിയ വഴികൾ, ആവർത്തിക്കുന്ന അടയാളങ്ങൾ ഇതെല്ലാം ഒരു സന്ദേശം നൽകുന്നു. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോകുക എന്ന്. പലരും ചിന്തകൾ മാത്രം മാറ്റിയാൽ മതിയെന്ന് കരുതുന്നു. പക്ഷേ വികാരങ്ങളില്ലാതെ ചിന്തകൾ വേരുകളില്ലാത്ത വിത്തുകൾ പോലെയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞാൽ പ്രപഞ്ചം ആ സംശയത്തോട് പ്രതികരിക്കും, വാക്കുകളോടല്ല. കാരണം നിങ്ങൾ പറയുന്നതിനെയല്ല, നിങ്ങൾ ആരാണോ അതിനെയാണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അടയാളങ്ങളെ വിശ്വസിക്കാൻ വെറും കൗതുകത്തേക്കാൾ കൂടുതൽ ആവശ്യം. തെളിവ് ആവശ്യമില്ലാതെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം നിങ്ങൾ. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യവും മാറുമെന്ന് തിരിച്ചറിയുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെന്ന് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം ആ നെഗറ്റീവ് ചിന്തയെ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ വിശ്വാസത്തിലേക്ക് കീഴടങ്ങുമ്പോൾ ഞാൻ നല്ലതിന് തയ്യാറാണ് എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നു.
പ്രപഞ്ചം ഇത് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സിഗ്നൽ എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇതിന് നിങ്ങൾ പൂർണ്ണനാവണം എന്നില്ല, ബോധമുള്ളവനാകണം എന്ന് മാത്രം. കാരണം ബോധമാണ് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നത്. ഭയം, തിടുക്കം പോലുള്ള പഴയ ചിന്തകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു നിമിഷം നിർത്തി ശ്വാസമെടുത്ത് നല്ലത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ ചെറിയ തിരഞ്ഞെടുപ്പ് പല തവണ ആവർത്തിക്കുമ്പോൾ അതൊരു ശീലമായി മാറും. ഈ ചെറിയ നിമിഷങ്ങളിലാണ്, വീണ്ടും ശരിയാക്കാനുള്ള തീരുമാനങ്ങളിലാണ് വലിയ സിങ്ക്രോണിസിറ്റികൾ ഉണ്ടാകുന്നത്. നിങ്ങൾ വിശ്വാസം പുറത്തുവിടുമ്പോൾ പ്രപഞ്ചം അതിനെ സ്വീകരിക്കുകയും നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയും നിങ്ങൾ പൂർണ്ണത അനുഭവിക്കുമ്പോൾ ജീവിതം നിങ്ങൾക്ക് വെല്ലുവിളികൾ നൽകുന്നത് നിർത്തുകയും ചെയ്യും. ഇനി നിങ്ങളുടെ പാറ്റേൺ മാറ്റാൻ തയ്യാറാണോ? നിങ്ങൾ അറിയാതെ എന്ത് പാറ്റേൺ ആണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്? അത് മാറ്റാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് തന്നെ, നാളെ അല്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം പ്രപഞ്ചത്തിലുണ്ട്. അടയാളങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ വൈബ്രേഷൻ മാറുമ്പോൾ നിങ്ങൾ ആരായി മാറുന്നുവോ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറാൻ തുടങ്ങും. ജീവിതം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും എങ്ങനെ കേൾക്കണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലരും അവരുടെ തിരക്കുകളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചം നൽകുന്ന ചെറിയ സൂചനകൾ ശ്രദ്ധിക്കാറില്ല. സിങ്ക്രോണിസിറ്റിക്ക് നിങ്ങൾ പ്രത്യേകതയുള്ള ആളാകണമെന്നൊന്നുമില്ല. അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുവായാൽ മാത്രം മതി. പ്രപഞ്ചം അനന്തമായ സാധ്യതകളുടെ ഒരു നദി പോലെയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ ഒന്നും നടക്കില്ലെന്ന് കരുതി നിങ്ങൾ കരയിൽ നിൽക്കുന്നത് പോലെയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധ അയച്ചുവിടുമ്പോൾ ആ ചലനം ദൃശ്യമാകും. കാര്യങ്ങൾ വ്യക്തമാവുകയും പാറ്റേണുകൾക്ക് അർത്ഥം ലഭിക്കുകയും ചെയ്യും. അടയാളങ്ങൾ, അതായത് സൈൻ, എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങാം? ആദ്യം നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക. നിങ്ങളുടെ തിരക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ വേഗതയും. പ്രപഞ്ചം തിരക്കിൻ്റെ ഭാഷയിലല്ല, പ്രതിധ്വനിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ, മനസ്സിനെ ശാന്തമാക്കുമ്പോൾ, ശരീരത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ആ ഇടത്തിലാണ് സിങ്ക്രോണിസിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി പാറ്റേണുകൾ ശ്രദ്ധിക്കുക, അതായത് ആവർത്തിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരേ നമ്പർ പലപ്പോഴും കാണുക, വ്യത്യസ്ത ആളുകളിൽ നിന്നും ഒരേ വാചകം കേൾക്കുക, അല്ലെങ്കിൽ ഒരു ചിഹ്നം അപ്രതീക്ഷിതമായി കാണുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു നിമിഷം നിർത്തുക. അതിനെ യാദൃശ്ചികമെന്ന് തള്ളിക്കളയരുത്. സ്വയം ചോദിക്കുക, എൻ്റെ ഏത് ഭാഗമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? ഉടനടി ഉത്തരം കിട്ടിയില്ലെങ്കിലും ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു നല്ല തുടക്കമാണ്. അതുപോലെ തന്നെ വൈകാരികമായ ഐക്യം വളർത്തുന്നതും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുമിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്കുള്ള നിങ്ങളുടെ സിഗ്നൽ വ്യക്തമാകും. നന്ദി, സ്നേഹം തുടങ്ങിയ നല്ല വികാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാക്കും. ഈ അവസ്ഥയിലാണ് നിങ്ങൾക്ക് അടയാളങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വെറും പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചല്ല, തെളിവുകൾ ഇല്ലാത്തപ്പോഴും നല്ല വികാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനെ കുറിച്ചാണ്. ഉറങ്ങുന്നതിന് മുൻപ് പ്രപഞ്ചത്തോട് വഴി കാട്ടാൻ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തുടങ്ങാം. എനിക്ക് കാണേണ്ടത് എന്നെ കാണിക്കൂ എന്ന് മനസ്സിൽ പറയുക. ഇതൊരു ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ ഉണരുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, തോന്നലുകൾ, ചിത്രങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സിങ്ക്രോണിസിറ്റി പലപ്പോഴും നമ്മൾ ശ്രമിക്കാത്ത സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തതായി ജേർണലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡയറി എഴുതുന്നത് ഒരു നല്ല വഴിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന യാദൃച്ഛികമായ സംഭവങ്ങൾ എഴുതി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അവ നിങ്ങളുടെ ഉള്ളിലെ ലോകവും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു സംഭാഷണമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കൂടുതൽ എഴുതുമ്പോൾ നിങ്ങളുടെ ബോധം കൂടുതൽ വ്യക്തമാകും. ശബ്ദ കോലാഹലം എന്ന് തോന്നിയത് അർത്ഥങ്ങളുള്ള ഒരു സിംഫണിയായി മാറും. എല്ലാറ്റിനെയും ഉടൻ വ്യാഖ്യാനിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുന്നത് പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഒരടയാളത്തെ നല്ലതെന്നോ ചീത്തയെന്നോ പെട്ടെന്ന് ലേബൽ ചെയ്യാൻ തിടുക്കം കാണിക്കും. എന്നാൽ പ്രപഞ്ചം കറുപ്പിലും വെളുപ്പിലുമല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രതിധ്വനിയാണ് പ്രധാനം.
എന്തെങ്കിലും നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഉണർത്തുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒരു നേരിയ ഒരു വേഗത, അല്ലെങ്കിൽ ഒരു പരിചിതത്വത്തിൻ്റെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നിശബ്ദമായ ഒരു ആവേശം മനസ്സിന് വിശദീകരിക്കാൻ കഴിയുന്നതിന് മുൻപേ ശരീരം പലപ്പോഴും അലൈൻമെൻറ്റ് തിരിച്ചറിയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി തെളിവുകളില്ലാതെ വിശ്വസിക്കാൻ പഠിക്കുക. അതായത് ഏറ്റവും പ്രധാനമായി തെളിവുകളില്ലാതെ, അതായത് പ്രൂഫ് ഇല്ലാതെ വിശ്വസിക്കാൻ പഠിക്കുക എന്നതാണ്. സ്ഥിരമായ ഉറപ്പ് തേടുന്നത് സംശയത്തിൻ്റെ സൂചനയാണ്. നിങ്ങൾ തെളിവ് ആവശ്യപ്പെടുന്ന നിമിഷം നിങ്ങളുടെ ഫ്രീക്വൻസിയെ നിങ്ങൾ മുറുക്കുകയും സിങ്ക്രോണിസിറ്റിയുടെ ഒഴുക്കിനെ നിങ്ങൾ തടയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമ്പോൾ പ്രപഞ്ചത്തിന് അതിൻ്റെ സമയത്ത് സ്വയം വെളിപ്പെടുത്താൻ കഴിയും. ഇത് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കും. വലിയ അടയാളങ്ങൾ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് വരുന്നത്. നമ്മൾ നടക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ പോലും. സിങ്ക്രോണിസിറ്റിക്ക് നിങ്ങൾ തുറന്നിടുന്ന ഇടങ്ങളെ ഇഷ്ടമാണ്. എല്ലാം ഒറ്റയ്ക്ക് കണ്ടെത്തണമെന്ന ചിന്ത ഉപേക്ഷിക്കുമ്പോൾ അത് വളരും. അതുകൊണ്ട് ഇന്നിത് ശ്രമിക്കുക. ശ്വാസം എടുക്കുക, നിരീക്ഷിക്കുക, അനുവദിക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രതികരിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടെന്നും സങ്കല്പിക്കുക. കാരണം അത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഓരോ ആഗ്രഹവും, ഓരോ ചോദ്യവും, ഓരോ ചിന്തയും ഒരു ക്ഷണമാണ്. അടയാളങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഞാൻ നിങ്ങളെ കേൾക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, മുന്നോട്ട് പോകുക എന്ന്. ഇനി ഈ വഴികാട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ അടയാളങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക. ഇതൊരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. നിങ്ങൾ അർത്ഥം തേടിപ്പോകുന്നില്ലെന്നും അത് നിങ്ങളെ തേടി വരാൻ അനുവദിക്കുകയാണെന്നും കാണിക്കുന്നൊരു സിഗ്നലാണിത്. കാരണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ ഒരു സ്ഥലം നിങ്ങൾ നൽകുന്നു. അടുത്തതായി എല്ലാ നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ച് പ്രപഞ്ചത്തെ വിശ്വസിക്കുക. ജീവിതകാലം മുഴുവൻ നിയന്ത്രിക്കുന്നത് സുരക്ഷിതത്വമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. എല്ലാം ആസൂത്രണം ചെയ്താൽ സുരക്ഷിതത്വം തോന്നും. പക്ഷേ നിങ്ങൾ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജീവിതം നിങ്ങളെ ചെറുക്കും. നിങ്ങൾ എത്രത്തോളം ഉറപ്പ് ആവശ്യപ്പെടുന്നുവോ അത്രത്തോളം സിങ്ക്രോണിസിറ്റിക്ക് സംഭവിക്കാൻ ഇടം കുറയും. കാരണം നിയന്ത്രണം എന്നത് കഴിവായി തോന്നുമെങ്കിലും അത് ഭയത്തിൻ്റെ ഒരു സൂചനയാണ്. പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. പ്രപഞ്ചമല്ല ഇപ്പോഴും നിങ്ങളുടെ സംശയങ്ങളെ സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങളെയാണ് തിരികെ നൽകുന്നത്. നിയന്ത്രണം ഉപേക്ഷിക്കുക എന്നാൽ തോൽക്കുക എന്നല്ല, അത് അനുവദിക്കുന്നതിൻ്റെ കലയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ പരിമിതികൾക്കപ്പുറം ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനുള്ള മനസ്സാണത്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, എന്തിനാണ് ഇവിടെ, എന്തായി മാറുന്നു എന്ന് ആ ശക്തിക്ക് ഇതിനകം അറിയാം. കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കണം എന്നതിലുള്ള നിങ്ങളുടെ വാശി ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് പോലും കാണാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ജീവിതത്തിന് നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു നദിയിൽ പാറയിൽ പിടിച്ച് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഒഴുകിപ്പോകുമോ എന്ന് ഭയന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് തോന്നാമെങ്കിലും നിങ്ങൾ അവിടെ കുടുങ്ങി, ബുദ്ധിമുട്ടി, ക്ഷീണിതരാണ്. അതേസമയം ആ ഒഴുക്ക് നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അതേ ശക്തി നിങ്ങൾ വിട്ടുകൊടുക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. സിങ്ക്രോണിസിറ്റി അങ്ങനെയുള്ള ഒരു ഒഴുക്കാണ്. നിങ്ങൾ എതിർക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ അതിന് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയൂ. പലരും തങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ വഴങ്ങുകയാണ് ചെയ്യുന്നത്. അവർ പ്രപഞ്ചത്തിന് അവരുടെ ഇഷ്ടങ്ങളും സമയപരിധികളും വെക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്, പക്ഷെ എല്ലാം അവർ ആസൂത്രണം ചെയ്ത പോലെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം. ഇത് വിശ്വാസമല്ല, ഇതൊരു തരം കച്ചവടമാണ്. പ്രപഞ്ചം കച്ചവടങ്ങളോടല്ല, അലൈൻമെൻറ്റിനോടാണ് പ്രതികരിക്കുന്നത്. അത് കീഴടങ്ങളിനോടാണ് പ്രതികരിക്കുന്നത്. എന്താണപ്പോൾ കീഴടങ്ങൾ? ഒരു വ്യക്തമായ ആഗ്രഹം മനസ്സിൽ വെക്കുകയും അതൊരു പ്രത്യേക രീതിയിൽ സംഭവിക്കണമെന്ന് നിർബന്ധിക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങൾ നിയന്ത്രണം ഉപേക്ഷിക്കുമ്പോൾ
നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുകയല്ല. നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ നന്മയ്ക്ക് അനുയോജ്യമായത് അത് ഏത് രൂപത്തിലായാലും എനിക്ക് നൽകാൻ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാത്രം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ തുടങ്ങും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മാറ്റങ്ങളിലൊന്ന് അന്വേഷിക്കുന്നതിൽ നിന്നും അനുവദിക്കുന്നതിലേക്ക് മാറുന്നതാണ്. അന്വേഷണം എന്നാൽ എനിക്കിത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അനുവദിക്കുക എന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ്. ഈ ചെറിയ വ്യത്യാസം വളരെ വലുതാണ്. അടയാളങ്ങളെ തെളിവായി തിരയുന്നത് നിർത്തുമ്പോൾ അവയെ കൂട്ടുകാരായി കാണാൻ തുടങ്ങും. പ്രതീക്ഷകളുമായി പുരോഗതി അളക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടുത്തെ ശാന്തമായ പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എങ്ങനെയാണ് വിട്ടുകൊടുക്കാൻ പഠിക്കുന്നത്? നിങ്ങളുടെ ശരീരം പിരിമുറുക്കത്തിലാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ, നെഞ്ചിലൊരു ഭാരം, താടിയിൽ മുറുക്കം, അമിത ചിന്ത എന്നിവയുണ്ടെങ്കിൽ ഒരു നിമിഷം നിർത്തി ശ്വാസമെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് സ്വയം ഓർമ്മിപ്പിക്കുക, വിട്ടുകൊടുക്കുന്നത് എനിക്ക് സുരക്ഷിതമാണ് എന്ന്. നിങ്ങളുടെ വാക്കുകളും മാറ്റാൻ ശ്രമിക്കുക. ഇത് സംഭവിക്കണം എന്ന് പറയുന്നതിനു പകരം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുക. വാക്കുകൾക്ക് ശക്തിയുണ്ട്. അവ ആവശ്യങ്ങളാകരുത്, ക്ഷണങ്ങളാകട്ടെ. കാണാൻ കഴിയാത്ത ഒന്നിനെ വിശ്വസിക്കുന്നത് ദുർബലമായി തോന്നാം. എന്നാൽ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയായി വന്ന നിമിഷങ്ങൾ നിങ്ങളെല്ലാം കൃത്യമായി നിയന്ത്രിച്ചതുകൊണ്ടായിരുന്നില്ല. നിങ്ങൾ സ്വയം നയിക്കാൻ അനുവദിച്ച നിമിഷങ്ങളായിരുന്നു അവ. നിങ്ങൾ ആസൂത്രണം ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അവ. എന്നിട്ടും അവ അനിവാര്യമായി തോന്നി. സിങ്ക്രോണിസിറ്റി നിങ്ങൾ ആസൂത്രണം ചെയ്യാത്ത ഇടങ്ങളിലാണ് വളരുന്നത്. അത്ഭുതത്തിനും അനുഗ്രഹത്തിനും ഇടം നൽകുമ്പോൾ അത് ഉയർന്നു വരുന്നു. ഓരോ ചുവടും പ്രവചിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ എതിർപ്പിൽ കുടുങ്ങുന്നു. എന്നാൽ നിങ്ങൾ പിടി അയക്കുമ്പോൾ പ്രപഞ്ചം അനായാസമായി അത്ഭുതകരമായി പ്രതികരിക്കാൻ തുടങ്ങും. വിട്ടുകൊടുക്കുന്നത് ഒരു പരിശീലനമാണ്, ഒരു ലക്ഷ്യമല്ല. ശീലം കാരണം നിങ്ങൾ വീണ്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കണ്ടേക്കാം. അത് സാരമില്ല. ശ്രദ്ധിക്കുക, ശ്വാസമെടുക്കുക, വീണ്ടും തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ പ്രവൃത്തി. കാലക്രമേണ വിശ്വാസം നിങ്ങളുടെ സ്വതസിദ്ധമായ സ്വഭാവമായി മാറും. ആ വിശ്വാസത്തിൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു ജീവിതം കാണാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സിങ്ക്രോണിസിറ്റിയെ നിർബന്ധിക്കേണ്ടതേയില്ല. കാരണം നിങ്ങൾ അതിൻ്റെ ഭാഗമായി ജീവിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും വഹിക്കേണ്ടതുമില്ല. പ്രപഞ്ചം നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ എത്തിയ നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. നിങ്ങൾ കീഴടങ്ങുമ്പോൾ നിങ്ങൾക്കായി കാത്തിരുന്നത് എന്താണെന്ന് കാണിക്കാൻ നിങ്ങൾ അതിനെ അനുവദിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളിലേക്കും ഒരു ശാന്തമായ ഒരു ഊർജം വരും. അത് വളരെ ശുദ്ധവും ശക്തവുമായ ഒരു വികാരമാണ്. അതിന് നിലനിൽക്കാൻ തെളിവ് ആവശ്യമില്ല. ഈ ഊർജത്തെ നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നു. ഈ വിശ്വാസം യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഒരു വികാരമല്ല. അത് നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് വിശ്വസിക്കാൻ ഒന്നുമില്ലെന്ന് നിങ്ങളുടെ യുക്തി പറയുമ്പോഴും. ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായി തോന്നുന്നത് നിർത്തും. അത് നിങ്ങളുടെ ഹൃദയവും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു സംഭാഷണമായി തോന്നും. നിങ്ങൾ കാത്തിരുന്ന അടയാളങ്ങൾ ഒന്നും തെളിയിക്കാനായിരുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അവ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. നിങ്ങളെ കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും നയിക്കുന്നുണ്ടെന്നുമുള്ള ശാന്തമായ സ്ഥിരീകരണങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ടെന്നും അത് നിങ്ങളിലേക്ക് എത്താൻ ഒരു വഴി തേടുകയാണെന്നും ഒരു നിമിഷം സങ്കല്പിക്കുക. നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒടുവിൽ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇതാണ് സിങ്ക്രണസിറ്റിയുടെ രഹസ്യം. അത് നിരാശയോടല്ല, ബാലൻസിനോടാണ് പ്രതികരിക്കുന്നത്. കാണാൻ കഴിയാത്ത ഒന്നിനെ വിശ്വസിക്കുന്ന ഹൃദയത്തിൻ്റെ ഊർജത്തോട് അത് പ്രതികരിക്കുന്നു.
ഓരോ അടയാളവും എങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നുവെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകില്ലായിരിക്കാം. ഓരോ ബാലൻസും ഒരു കാരണത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഈ നിഗൂഢത ഈ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അതിലേക്ക് എത്രത്തോളം അയഞ്ഞു പോകുന്നുവോ അത്രത്തോളം ജീവിതം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് സ്വയം വെളിപ്പെടുത്തും. കാരണം പ്രപഞ്ചം നിങ്ങളുടെ തയ്യാറെടുപ്പിനെ വിധിക്കുന്നില്ല. അത് നിങ്ങളുടെ തുറന്ന മനസ്സിനായി കാത്തിരിക്കുക മാത്രം ചെയ്യുന്നു. വിശ്വാസം എന്നത് യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതിനെ കുറിച്ചല്ല, അത് പ്രതിരോധമില്ലാതെ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിനെ കുറിച്ചാണ്. ഓരോ കാലതാമസവും ഓരോ വഴിമാറലും വിശദീകരിക്കാൻ കഴിയാത്ത ഓരോ നിമിഷവും ഒരു വലിയ പദ്ധതിയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുകൾ ആവശ്യമില്ല. ഉറപ്പുകളേക്കാൾ ആഴത്തിലുള്ള ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും: ബന്ധം. ഈ അവസ്ഥയിൽ നിങ്ങൾ തെളിവുകൾ തേടുന്നത് നിർത്തി എല്ലാം ഇതിനകം ബാലൻസ് ആണെന്ന് കരുതി ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെ തേടിയെത്തുന്ന കാര്യങ്ങളെ മാറ്റുന്ന ഒരു ഊർജം നിങ്ങൾ പുറത്തുവിടുന്നു. അടയാളങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ചോദിക്കാത്ത ഒരാളായി നിങ്ങൾ മാറുന്നു. മറിച്ച് നിങ്ങൾക്ക് ഇതിനകം വിശ്വസിക്കുന്നത് കൊണ്ട് അടയാളങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഈ അവസാനം വരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്